ഗായ്സ്, അപ്പൊ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയേക്കാണ്. ഇപ്പൊ ഇവിടെ നല്ല കാലാവസ്ഥയാണ്. ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് ഗായ്സ്. അപ്പൊ നിങ്ങൾ രാത്രി ഇനി എപ്പോ മഴ പെയ്യുന്നോ അപ്പൊ നിങ്ങൾ നടക്കാൻ ഇറങ്ങണം. നല്ല സുഖമാണ് ഗായ്സ്. ഇതെന്റെ ഫ്രണ്ട് ആസാമ്. വെള്ളം കണ്ടോ? എനിക്ക് ചാടാൻ നല്ല പൂതിണ്ട് ഗായ്സ്. പക്ഷേ അണുക്കളുണ്ടാവുന്ന കരുതിയിട്ട് ചാടാത്തതാ. ഇതാണ് എന്റെ വീടിന്റെ അടുത്തുള്ള ഷോപ്പ്. അപ്പൊ ഞങ്ങള് വരണ വഴിക്ക് എന്റെ ബാബ ഞങ്ങൾക്ക് ചിപ്സ് വാങ്ങി തന്നു ഗായ്സ്. ഞാൻ ചിപ്സാണ് വാങ്ങി തന്നത്. ഗായ്സ്, നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഉണ്ടോ എന്റെ മുടിയിൽ ഇങ്ങനെ ഡ്രോപ്പ് മഴത്തുള്ളി ഇങ്ങനെ വന്നു ഇട്ടുന്നത്. ചിലരത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തോർത്തോണ്ട് വെള്ളമൊക്കെ തുടച്ചതാക്കും. ബട്ട് അങ്ങനെയല്ല ഗൈസ് ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിലെത്തിയിട്ട് ഈ പൈപ്പോ അല്ലെങ്കിൽ ഒഴുകണ വെള്ളം ഉണ്ടാവില്ലേ, അതിൽ നമ്മുടെ തല വെച്ച് നല്ലോണം ഉറച്ച് കഴുകിയിട്ട് തുടച്ചിട്ട് വേണം കിടക്കാൻ. ആ കാണുന്നതാണ് കിഡ്ഡി ടൈം. അവിടെ കുറേ വണ്ടികളുണ്ട് ഗൈസ്. ഇപ്പോൾ ഒരു റിയാല് ടിക്കറ്റാണ് പൈസ. പണ്ട് ഫ്രീ ആണ് ഞങ്ങൾ എപ്പോഴും പോയിരുന്ന ഗൈസ്. സ്റ്റെപ്പ് നമ്പർ 2 എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ച് നടക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേസ്റ്റ് വരും. ആ വേസ്റ്റ് നമ്മൾ എവിടെ ഇടുന്നതായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. നമ്മൾ നിലത്തിടരുത്. ഇവിടെ ഒമാനിൽ തന്നെ വലിയ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പൊ അതിലിട്ടാൽ മതി. നാട്ടിലും അതേപോലെ തന്നെ ആയിരിക്കണം ഗൈസ് ഉണ്ടാവേണ്ടത്. നാട്ടിലും നമ്മളിങ്ങനെ നിലത്താടുക, ബട്ട് നമ്മൾ നിലത്തിടരുത്. എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ടാവും ഇങ്ങനെ നിലത്തിടും വേസ്റ്റ് ഇടണമെന്ന് എഴുതിയിട്ട്. അപ്പൊ ഞാൻ പറയും വേസ്റ്റ് എന്തിനാ ഇടണമെന്ന്. അപ്പൊ ചില ആൾക്കാർ എന്താ പറയലെന്നറിയോ, എല്ലാവരും ഇടുന്നുണ്ടല്ലോ എന്നാ പിന്നെ ഞാനും ഇടട്ടേന്ന്. പക്ഷെ നമ്മളങ്ങനെ ആവരുത്. നമ്മള് വേസ്റ്റ് പിന്നെ കാണുമ്പോ അവിടെ ഇടണം. ഓക്കെ, ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഞാൻ റൂമിൽ കയറിയിട്ടേ ഒരു 1-2 കുളി കളിയിട്ടാ. ബൈ.